ഗാനഗന്ധർവന്റെ ശബ്ദം മാറ്റിവെച്ചൊരു മറ്റൊരു ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കരയാനും പറയാനും. ആ ഗാനത്തോടു കൂടി നമുക്ക് തുടങ്ങാം. അലിഫ് കി രാത്. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ. നേർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിടണേ. നീറുന്ന മനസ്സിൽ നീ കുളിർ വീശി തരണേ. ന്യൂമത്തും റഹ്മത്തും നിറയ്ക്കൻ്റെ പരനേ. പരമദയാപരനായൊരു സുബ്ഹാനേ. എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്കിനി റഹ്മാനേ. അല്ലാഹു അല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക് ആദിയോനെ ഇന്നെനിക്ക്. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. ആകാശം ഭൂമിയെല്ലാം പടയ്ത്ത് നീ ഭരിത്ത് അളവറ്റോരത്ഭുതങ്ങളവയിൽ നീ നിറച്ച് എല്ലാം നിൻ കുതിരത്തിൻ കരങ്ങളാൽ ചലിച്ച് വല്ലാക്കിൻ കതിരോട്ടിട്ടെൻ്റെ മനം തുടിച്ച് എത്തിര എത്തിര അനന്തഗോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമൈത്ത് ഓറ്റിടും പെരിയോനല്ല ആലമുൽ ഗൈബായവനല്ല. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. ഓരോ പാട്ടിനും നിങ്ങളുടെ നിറഞ്ഞ കയ്യടികൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. ബാപ്പു വെള്ളിപ്പറമ്പെന്ന ഗാനരചയിതാവ് മലയാള
ഗാനശാഖയ്ക്ക് നൽകിയ ഏറ്റവും മനോഹരമായ ഗാനങ്ങളിലൊന്ന്. കോഴിക്കോട് അബൂബക്കർക്ക് സംഗീതമൊരുക്കി ഗാനഗന്ധർവൻ പാടിയ ഈ പാട്ടിലൂടെ നമ്മൾ അലിഫ് കി രാത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആസിഫ് കാപ്പാട് നിങ്ങൾക്കായി ആദ്യം പാടാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ആസിഫിനെ ഒരുപക്ഷെ മലയാള ഗാനശാഖയിൽ സംഗീതാസ്വാദകർ രേഖപ്പെടുത്തിയ ഒരു ഗാനമുണ്ട്. മൈലാഞ്ചി എന്ന പരിപാടിയിലൂടെ പാടിയ ഇന്നലെ രാവിലെ. കുഞ്ഞിമൂസ മാപ്പിളപ്പാട്ട് ഗാനശാഖയിൽ 90ാമത്തെ വയസ്സിലും അത്ഭുതം സൃഷ്ടിച്ച ഒരു സംഗീതജ്ഞനാണ് കുഞ്ഞിമൂസ. അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദർജപ്പൂ മോളല്ലേ ഇല്ലേ, അതുപോലെ എത്ര ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗാനമാണ് ഇപ്പോൾ ആസിഫ് കാപ്പാടിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലെ രാവിലൻ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെ വിടേ, പൊന്മണിപ്പൂങ്കുയിൽ എവിടെ, ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെ വിടേ, പൊന്മണിപ്പൂങ്കുയിലെ വിടേ. ജീവന്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസമേ വിടേ, രാഗസുധാരസമേ വിടേ. ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെ വിടേ, പൊന്മണിപ്പൂങ്കുയിലെ വിടേ. പാതിരപ്പൂമരത്തിൽ താരകപ്പൂ വിരിഞ്ഞു, ആ പാതിരപ്പൂമരത്തിൽ താരകപ്പൂ വിരിഞ്ഞു, എൻ മനോവാടിയിലെ നീ എന്ന പൂക്കൊഴിഞ്ഞു, എൻ മനോവാടിയിലെ നീ എന്ന പൂക്കൊഴിഞ്ഞു, നീ എന്ന പൂക്കൊഴിഞ്ഞു, നീ എന്ന പൂ. ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെ വിടേ, പൊന്മണിപ്പൂങ്കുയിലെ വിടേ. ജീ
രാഗസുധാരസമെവിടെ രാഗസുധാരസമെവിടെ ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണി പൂങ്കുയിലെവിടെ പൊന്മണി പൂങ്കുയിൽ എവിടെ മലയാളത്തിന്റെ പഴമയിലേക്കൊന്ന് പോവുകയാണ്. 1964 കുട്ടിക്കുപ്പായം എന്നൊരു ചലച്ചിത്രം. ആ ചലച്ചിത്രത്തിൽ പി ഭാസ്കരൻ മാസ്റ്റർ ഗാനം രചിച്ച് MS ബാബുരാജ് സംഗീതം നൽകിയൊരു പാട്ട്. ആ പാട്ട് പാടിയത് 60കളിലൊക്കെ മലയാളത്തിലും തമിഴകത്തും പാട്ടുകൾ പാടി വശീകരിച്ചൊരു ഗായിക എന്ന ഖ്യാതി ഉണ്ടായിരുന്ന ഒരു പാട്ടുകാരി LR ഈശ്വരി. അവരുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ട് ഇന്നും മായാതെ മനസ്സിൽ നിൽക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും ആലപിക്കുകയാണ് ഫാസില ബാനു. ഉപ്പയെ പോലുള്ള മുഞ്ചാണ് അവനെപ്പോഴും വിരിവുള്ള നെഞ്ചാണ്. ഉപ്പയെ പോലുള്ള മുഞ്ചാണ് അവനെപ്പോഴും വിരിവുള്ള നെഞ്ചാണ്. ഇപ്പോഴേ കാണുന്നു കരളിലെ കണ്ണില കൽപ്പകക്കനിയൊത്ത രൂപമാണ്.